എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് ചെറിയൊരു കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആരെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് തന്നാൽ പോലും നമ്മൾ അവരോട് നന്ദി പറയാറുണ്ട്, താങ്ക്സ് പറയാറുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയുക. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും പരാതികൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ കിട്ടിയ ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെന്ന് വെച്ചെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടാത്ത അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വേദനകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. നമുക്ക് രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. അത് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്വസിക്കുന്ന വായു പോലും നമുക്കൊരു വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം, ഭയങ്കര ദുരിതമുള്ളതാവും. അപ്പോൾ ഇതൊന്നും നമ്മൾ ആലോചിക്കണേ ഇല്ല. ഒരു മനുഷ്യന്മാരും ഇതൊന്നും ആലോചിക്കണില്ല. എപ്പോഴും ദൈവത്തിനോട് പരാതി പറഞ്ഞിട്ടാണ്, എന്നെ അങ്ങനെ വേദനിപ്പിച്ച്, എനിക്ക് ഇത്ര സങ്കടം തന്ന്, അത്ര സങ്കടം തന്ന്, എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് തന്ന്, ഇങ്ങനെ കഷ്ടപ്പാട് തന്ന്, ഇത് മാത്രമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ. എന്നും ദൈവത്തിൻ്റെ മുന്നിൽ അമ്പലത്തിൽ പോയാണെങ്കിലും നിസ്കരിച്ചിട്ടാണെന്ന് വെച്ചെങ്കിലും പള്ളിയിൽ പോയിട്ടാണെന്നുണ്ട് വെച്ചെങ്കിലും നമ്മൾ പരാതി മാത്രമാണ്, പരാതി ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് ദൈവം പടച്ചവന് തരുന്ന ഒരു അനുഗ്രഹമുണ്ട്. നമുക്ക് ഡെയിലി ദിവസം തന്നെ നമ്മൾ രാവിലെ എണീക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മളന്ന് എണീറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാര്യം. അപ്പോൾ ആ ഒരു ദിവസത്തിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുക. നമ്മൾ രാവിലെ എണീക്കുന്ന ഒരു ദിവസം അൽഹംദുലില്ലാ, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നന്ദി, ഗോഡിനോട് നന്ദി പറഞ്ഞിട്ട് നമ്മളൊരു ദിവസം തുടങ്ങി വെക്കുന്നതും കിടക്കുന്നത് വരെ, നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ സമയം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും എന്താണെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് ചെറുതും വലുതും നമ്മൾ വലിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. എന്തിനാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ദിവസം നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ആ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്ക് അബണ്ടൻസ് ആണെന്ന് വെച്ചെങ്കിലും എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മളെ ജീവിതത്തേക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു വഴിയാണ് നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളത്. യൂണിവേഴ്സലിനോടും നന്ദി പറയുക, ഗോഡിനോടും നന്ദി പറയാം. അങ്ങനെ നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അവരോട് നന്ദി പറയാം. നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിനോടും നന്ദി പറഞ്ഞിട്ട് നമ്മളെ ദിവസം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യാം. ദിവസം നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും അന്ന് നമുക്ക് രാവിലെ മുതൽ എന്തൊക്കെ നമ്മളെ ലൈഫിൽ അന്നത്തെ ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് നമുക്കൊരാൾ തന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു ജോലി, അല്ലെങ്കിൽ വേറെ എന്താണെന്നുണ്ടെച്ചെങ്കിലും നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. രാവിലെ മുതൽ നമ്മളെ ലൈഫിലുണ്ടായ അന്നത്തെ ദിവസം എന്തൊക്കെ ഉണ്ടായെന്നുള്ളത് ഒക്കെ ഒന്ന് ഓർത്തിട്ട് ദൈവത്തിനോട് നന്ദി പറയാം, യൂണിവേഴ്സിനോട് നന്ദി പറയാം. അങ്ങനെ ആ ദിവസം നമ്മൾ നന്ദിയോട് കൂടിയിട്ട് അവസാനിക്കുക. അതുപോലെ തന്നെ ദിവസം നമ്മൾ തുടങ്ങുന്നത് നന്ദിയോട് കൂടിയിട്ട് വേണം. നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് നമ്മൾ രാവിലെ എണീക്കണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവൻ പോയല്ലേ. ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഉണർന്നത് തന്നെ രാത്രി, അത്ര ഒരു മരണത്തിൻ്റെ ഒരു ഇതിൽ നിന്ന് നമ്മൾ ജീവിതത്തിലേക്ക് ഉണർന്ന് വന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യത്തിന് നമ്മൾ എണീക്കുമ്പോൾ തന്നെ ദൈവത്തിനോട്, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞിട്ട് ആ ഒരു ദിവസം തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്കന്നൊരു പോസിറ്റീവ് എനർജിയാണ്. അത് എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുക, അത് അവസാനിപ്പിക്കുക എന്നാണ് ഞാനീ പറയണത്.
നമ്മളിപ്പോൾ എല്ലാവരും പറയും എന്നും നമുക്ക് ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, കടങ്ങളാണ്, ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുക. നമുക്ക് ജീവിതത്തിൽ ദൈവം പടച്ച റബ്ബ് നമുക്ക് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നമ്മൾ ആ ഒരു ജീവിതത്തിൽ തരുന്നതെന്നറിയും. നമുക്ക് ഇടാൻ വസ്ത്രം തരുന്ന, നമുക്ക് വെള്ളം, ഭക്ഷണം, നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ ഭക്ഷണം ഇല്ലാതെ, ഒരു നല്ലൊരു വസ്ത്രം ഇല്ലാതെ, കയറി കിടക്കാനൊരു ഇടമില്ലാതെ, വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്ക് വാടകയ്ക്ക് കൊടുക്കാനില്ലാതെ, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയതാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം മൈൻഡിൽ. നമുക്ക് ഇന്ന സൗഭാഗ്യങ്ങളും കിട്ടി. പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് നിങ്ങളിപ്പോൾ ഒരു ബുക്കിൽ എഴുതി നോക്കുക, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്താണെന്നുള്ളത് എഴുതി നോക്കുക. നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിച്ച കാര്യങ്ങളാവും, നമ്മൾക്ക് നടന്നു കഴിഞ്ഞ കാര്യങ്ങളാവും നമുക്കവിടെ കിട്ടണത്. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, കടങ്ങളുണ്ടാവും. അതൊക്കെ ഉണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഏറ്റവും അനുഗ്രഹങ്ങളാണ് ലഭിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഒരിക്കലും നമ്മളതൊന്നും ചിന്തിക്കണില്ല. എന്നിട്ടും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇതാവുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അതുപോലെ തന്നെ അതാണ് ഞാനിന്ന് പറയാൻ വേണ്ടി വന്നിട്ടുള്ളൊരു വിഷയം. നിങ്ങൾ ഈ ഒരു കാര്യം ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് തുടങ്ങുകയും ചെയ്യുക, അവസാനിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയും എനിക്കും ഉണ്ടാവണം. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി നബിദിനം. താങ്ക് യു.